ചേലക്കര വെങ്ങാനല്ലൂരിൽ അമിതഭാരം കയറ്റിയ ക്വാറി വാഹനങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ക്വാറി വാഹനങ്ങൾ തടഞ്ഞ് ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. തഹസിൽദാരോ സബ് കളക്ടറോ നേരിട്ടെത്തി ഉറപ്പു നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ചേലക്കര പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ. ചേലക്കര തൊഴുപ്പാഴം റൂട്ടിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളിലേക്ക് പ്രതിദിനം നൂറുകണക്കിന് ടോറസ് ലോറികളാണ് അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്നത്. ഇതുമൂലം പ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായും തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. റോഡിലെ രൂക്ഷമായ പൊടിശല്യം കാരണം പ്രദേശവാസികളിൽ പലരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. പൊടി കുറയ്ക്കാനായി ക്വാറി ഉടമകൾ റോഡിൽ വെള്ളം നനയ്ക്കാറുണ്ടെങ്കിലും ഇത് റോഡിനെ ചെളിക്കുളമാക്കി മാറ്റുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാകുന്നു. ഇത്തരം പ്രശ്നങ്ങളെ ചോദ്യം ചെയ്ത 23-ാം വാർഡ് മെമ്പർ സരിത പ്രമോദിനെതിരെ വധഭീഷണി വരെ ഉണ്ടായതായി വിനോദ് പന്തലാടി ആരോപിച്ചു. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അമിതഭാരവുമായി പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ച് റോഡുകൾ കൃത്യമായ നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ശാശ്വതമായ പരിഹാരം കാണാതെ സമരരംഗത്തുനിന്ന് പിന്നോട്ടില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി. ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്ന് പറയും, അത്രേ ഉള്ളൂ. കൂടി വന്നാൽ 6 മാസം ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പക്ഷെ മെമ്പർ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതെടുക്കുമ്പോൾ നോക്കട്ടെ, മെമ്പർ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവുക എന്നുള്ളതൊന്നും അറിയട്ടെ ഞങ്ങൾ.